Hi guys, welcome to Shang's Info. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് 50% ഓഫ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ബില്ല് എടുക്കാം എന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇത് നമുക്കൊരു ആപ്പ് വഴിയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയുടെ ആപ്പാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഓൺലൈനൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് കാണും. ഓക്കെ, ആ സെയിം ആപ്പ് ത്രൂ തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സ്വിഗ്ഗി ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡൈനൗട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫെസ്റ്റിവൽ ഉണ്ട് 12th April to 4th June. ഓക്കെ, അതിനകത്ത് ബൈ യുവർ ഡീൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പിലേക്ക് പോയിട്ട് നമ്മൾ ബൈ യുവർ ഡീൽ നൗ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ ഉള്ള സെക്ഷനും ഹോട്ടൽസൊക്കെ ഡിസ്പ്ലേഡ് ആവും. ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് സെർച്ച് ഓപ്ഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ ലാഗ്രിറ്റ ബാർബിക്യൂ എന്ന് പറഞ്ഞ എടപ്പള്ളിയിലുള്ള ഒരു ബാർബിക്യൂ ബുഫേ റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് 50% ഓഫ് ആപ്ലിക്കബിൾ ആണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് 50% ഓഫിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ റിസർവ് ചെയ്യണം. ടേബിൾ റിസർവ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര പേരാണ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ കൂപ്പൺസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ 25 rupees വരും പെർ ഗസ്റ്റിന്. ബൈ ഡീൽ അടിക്കുക, എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക. ഓക്കെ, അതിനകത്ത് നമ്പർ ഓഫ് ഗസ്റ്റിന് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ അതേപോലെ നിങ്ങൾ ഡേറ്റും ടൈമും നിങ്ങളുടെ അറൈവൽ ടൈമും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം, കാരണം ഈ ഡീൽസ് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഡീൽസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ 1 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. 7th May ഞാനിപ്പോൾ ഒരു 7:28 ചെക്കിങ് ചെയ്യണതുകൊണ്ടാണ് ആ ഡിന്നർ മാത്രം കാണിക്കുന്നത്. ഓക്കെ, 8th May എടുക്കുവാണെങ്കിൽ ലഞ്ചും ഡിന്നറും ഉണ്ട്. ലഞ്ചിന് 20 ഡീൽസ് ഉണ്ട്, ഡിന്നറിന് 5 ഡീൽസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിന്നർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഗസ്റ്റ് എബോവ് 5 കൊടുക്കുകയാണെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ഡിസേബിൾ ആവും. കാരണം 5 ഡീൽസ് വരെ നമുക്ക് ഡിന്നർ ടൈമിന് കൊടുക്കുന്നുള്ളൂ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ എത്ര ഗസ്റ്റ് ആണെങ്കിൽ അത്രയും ഗസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് അടിക്കുക. ഞാനിപ്പോൾ 6 ഗസ്റ്റ് ഉണ്ട്. നമുക്ക് 6 ഗസ്റ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ട്യൂസ്ഡേ ഇപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 ഡീൽസ് ഉണ്ട്. ഓക്കെ, ട്യൂസ്ഡേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിന്നർ നോക്കുകയാണെങ്കിൽ 10 ഡീൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ടൈമിംഗ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ അടിക്കുക. ഈ പ്രൊസീഡ് ബട്ടൺ അടിച്ചതിന് ശേഷം നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് 150. ഓക്കെ, 25 × 6 ആണ് 150, പ്ലസ് ഒരു ചെറിയൊരു GST എമൗണ്ടും കൂടിയുണ്ട് 27, 177 വരും. ഓക്കെ, ഇതാ നമ്മൾ പ്രൊസീഡ് ടു പേ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ കൂപ്പൺ പർച്ചേസ്ഡ് ആയി. ഓക്കെ, ഇത് നിങ്ങൾ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി ബുക്കിംഗ് എടുത്തേക്കുന്നത് 6th May ഓക്കെ, 6th May 7 PM എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽ വരുന്നത്. ഇതിനകത്ത് ഡീൽസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ഇൻ ഹോട്ടലിൽ എത്തുമ്പോൾ തന്നെ, റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഈ സ്വിഗ്ഗി ഡൈനൗട്ട് ത്രൂ ആണ് ബുക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ മെസ്സേജും കാണിച്ചു കൊടുക്കുക. ഓക്കെ, ബുക്കിംഗ് നമ്പർ ഉണ്ടാവും, അത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ല് വരുമ്പോൾ, ഫൈനൽ ബില്ല് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വിഗ്ഗി ആപ്പ് ത്രൂ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ 937 ആണ് വരുന്നത് എനിക്ക് എമൗണ്ട്. സ്വിഗ്ഗിയുടെ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൈനൗട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ബുക്കിങ്ങിൻ്റെ അവിടെ പേ ബിൽ നൗ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബിൽ എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, 5664 ആണ്. ഓക്കെ, 937 ആണ് പെർ ഹെഡ് വരുന്നത്. അത് × 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 50% കൂപ്പൺ കയറിയിട്ടുണ്ട്. അപ്പോൾ 2832 നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, നല്ലൊരു സേവിങ്സ് ആണ്. എക്സാക്ട്ലി 50% നമുക്ക് 6 ഗസ്റ്റിന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടുവാണ് നമ്മുടെ ഫൈനൽ ബില്ലിൽ. ഓക്കെ, എല്ലാവരും ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% കൂപ്പൺ വരെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ബില്ല് സ്വിഗ്ഗി ഡൈനൗട്ട് ആപ്പ് ത്രൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 50% ഡിസ്കൗണ്ട് നിങ്ങളുടെ ഇതിലേക്ക് കയറും. ബാലൻസ് എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, ഇതിനകത്ത് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിൽഡ്രൻ ആണെങ്കിൽ തന്നെ അവർ അഡൾട്ടായിട്ട് എടുക്കുള്ളൂ കൗണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾ ഡിസ്കൗണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിസ്കൗണ്ട് വളരെ
നല്ലൊരു ഡിസ്കൗണ്ടാണ് 50%. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.